പിന്നെ മറ്റൊരു പ്രത്യേകത നമ്മുടെ വാൾസ് ഒന്നും ബ്രിക്ക് അല്ല യൂസ് ചെയ്യുന്നത് ശോഭ, കംപ്ലീറ്റ്ലി മൈവാൻ ടെക്നോളജി ആണ്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ആണ്. അതുകൊണ്ട് നല്ല സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫ്യൂച്ചറിൽ ക്രാക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് നമ്മുടെ 1.5 ഏക്കേഴ്സ് വരുന്ന പോഡിയം ആണ് സെൻട്രൽ കാണുന്നത്. ഈ പോഡിയത്തിന്റെ 3ാമത്തെ ഫ്ലോർ മുതലാണ് ആക്ച്വലി യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലബ് ഹൗസ് വരുന്നത് നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് ക്ലബ് ഹൗസ് വരുന്നത്. ക്ലബ് ഹൗസ് ഏത് ടൈമിലാവും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? നെക്സ്റ്റ് ഇയർ ക്ലബ് ഹൗസ് ഹാൻഡ് ഓവർ. നമ്മൾ വന്ന് നിന്നത് ഏകദേശം ഈ ഒരു പോയിന്റിലാണ്. ഇതാണ് നമ്മുടെ ലോൺ പ്ലസ് ഇവന്റ് പ്ലാസ ഏരിയ വരുന്നത്. നിയർലി ഒരു 50 സെന്റോളം വരുന്നുണ്ട്. ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മളിപ്പം നിന്നിട്ട് നമ്മൾ നേരത്തെ സംസാരിച്ചു. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഹാഫ് പോർഷനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫേസ്. ഓക്കെ. ഈ ഒരു മോക്കപ്പ് 2814 സ്ക്വയർ ഫീറ്റ് സൂപ്പർ ബിൽഡ് ഏരിയ വരുന്നതാണ്. 4 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം, ഒരു എൽക്കോവ് യൂണിറ്റ്, പിന്നെ ഒരു യൂട്ടിലിറ്റി കിച്ചൺ ആൻഡ് മെയ്ഡൻ റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ഇതിന്റെ കോൺഫിഗറേഷൻസ് വരുന്നത്. ഷോബയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഷോബ ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഡിസൈൻ ടു ഡെലിവറി വരെ ഷോബയുടെ വർക്കേഴ്സ് മാത്രമായിരിക്കും നമ്മളിതിൽ വർക്ക് ചെയ്യുന്നത്. പ്രൂഫാണ്, ഗ്ലാസസ് ഒക്കെ സൗണ്ട് പ്രൂഫാണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ നിന്നുള്ള സൗണ്ടും നമുക്ക് വേരിയസ് ഉണ്ടാകും. നമ്മൾ കേർട്ടൺ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ കംപ്ലീറ്റ് വ്യൂ ആയിരിക്കും നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. 3 ബെഡ്റൂമും ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു യൂണിറ്റിന് 2 എൻട്രി ഉണ്ട്. മേജർ എൻട്രി ഉണ്ട്, മെയ്ഡൻ എൻട്രി ഉണ്ട്. അതിന് പുറത്തുനിന്ന് വരാം. അവരുടെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഈ പ്രിമൈസസിന്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്തിട്ട് തിരിച്ചു പോകാം. അപ്പോൾ മെട്രോപോളിസിൽ നമുക്ക് 3 ഫേസസ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്കിനി ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു 80ഓളം യൂണിറ്റ് ആണ് ടോട്ടലായിട്ട് നമ്മുടെ ഇൻവെന്ററിക്കകത്ത് സ്റ്റോക്ക് ഉള്ളൂ. അതിൽ തന്നെ 2 യൂണിറ്റുകളാണ് അടുത്ത വർഷത്തേക്ക് അവൈലബിലിറ്റി ഉള്ളൂ. ഹായ്, നമ്മളിപ്പോൾ തൃശ്ശൂർ ശോഭാസ് മെട്രോപോളിസ് എന്ന പ്രൊജക്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കുറച്ച് മുമ്പ് ഇവിടെ വന്നിരുന്നു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അന്ന് ഈ പ്രൊജക്റ്റിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രൊജക്റ്റ് ഈ 2 ടവേഴ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ഇതിൽ ഒരു ഫ്ലോറും കൂടെ ഉള്ളു ബാക്കി. അതിൽ 3 ഫ്ലോർ ബാക്കിയുണ്ട്. ബാക്കി ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ശോഭയുടെ സെയിൽസ് മാനേജർ ആയിട്ടുള്ള ആഷിഫ് പറഞ്ഞുതരും. ആഷിഫ്, ബൈ. 2026 ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള 3 ടവേഴ്സ് കംപ്ലീറ്റ്ലി ഹാൻഡ് ഓവർ ആകുന്നത്. ഈ 3 ടവേഴ്സിൽ ഈ ഒരു ഫസ്റ്റ് ടവറിന്റെ വർക്ക് ഏകദേശം 58% ഫിനിഷ്ഡ് ആണ്. ആൻഡ് സെക്കൻഡ് ടവേഴ്സിന്റെയും തേർഡ് ടവേഴ്സിന്റെയും വർക്ക് 78% ഫിനിഷ്ഡ് ആണ്. കഴിഞ്ഞ മാസത്തിലാണ് ഈ വർക്കുകളെല്ലാം അത്രയും പെർസെന്റേജ് ഫിനിഷ് ആയിട്ടുള്ളത്. ഇപ്പോഴും പ്രോഗ്രസീവ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇത് നമുക്കിനി ഒരു ഫ്ലോറും കൂടിയാണ് സെക്കൻഡ് ടവർ ഫിനിഷ് ചെയ്യാനുള്ളത്. തേർഡ് ടവർ 3 ഫ്ലോർസും കൂടിയാണ് ഫിനിഷ് ചെയ്യാനുള്ളത് ടോട്ടലി. ആൻഡ് ഗ്രാജുവലി നമ്മൾ എന്തും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലാസ്റ്ററിങ്ങും പുട്ടി വർക്കും ടൈലിംഗും ഒക്കെ താഴത്തെ ഫ്ലോർ മുതൽ ഇന്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അലൂമിനിയം ഗ്ലാസ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് അവിടെ. ഇത് ക്ലബ് ഹൗസ് ആണ് ഇവിടെ? അല്ല, ഇത് പോഡിയാണ് വരുന്നത്. ക്ലബ് ഹൗസ് വരുന്നത് നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് ക്ലബ് ഹൗസ് വരുന്നത്. ഇത് നമ്മുടെ 1.5 ഏക്കേഴ്സ് വരുന്ന പോഡിയം ആണ് സെൻട്രൽ കാണുന്നത്. ഈ പോഡിയത്തിന്റെ 3ാമത്തെ ഫ്ലോർ മുതലാണ് ആക്ച്വലി യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലബ് ഹൗസ് ഏത് ടൈമിലാവും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? നെക്സ്റ്റ് ഇയർ ക്ലബ് ഹൗസ് ഹാൻഡ് ഓവർ. ഈ ടവർ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ ക്ലബ് ഹൗസും പോഡിയത്തിന്റെ ഹാഫ് പോർഷനും അടുത്ത വർഷം ഹാൻഡ് ഓവർ ആകും. ആൻഡ് ഇപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം സോൾഡ് ഔട്ട് ആണ്. നെക്സ്റ്റ് ഇയറിലേക്ക് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആണ്. ഒരു 3 BHK ഒരു 4 BHK അവൈലബിൾ ആണ്. അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഇൻവെന്ററീസും സോൾഡ് ഔട്ട് ആണ്. ഇനി നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് 27 വരുന്ന ഒരു ടവർ ഉണ്ട്, 28 വരുന്ന ടവറും ഉണ്ട്. 27 നമുക്കൊരു 7 ഇൻവെന്ററി ഉണ്ട്, 7 യൂണിറ്റ്സിന്റെ ഇൻവെന്ററി ഉണ്ട്. 28 വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് 73 യൂണിറ്റ്സിന്റെ ഇൻവെന്ററി ഉണ്ട്. അതായത് പ്രൊജക്ട് ടോട്ടൽ 504 യൂണിറ്റ് ആണ്. അതിന്റെ 80% സോൾഡ് ഔട്ട് ആണ്. 80% സോൾഡ് ഔട്ട് ആണ്. അതായത് 430 യൂണിറ്റ് സോൾഡ് ഔട്ട് ആണ്. ഇനി റെസ്റ്റ് 20% ഓഫ് യൂണിറ്റ് ഉണ്ട്. 3 BHK 4 BHK അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഇനി മോക്കപ്പ് ഫ്ലാറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. കൂടാതെ മിനിയേച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ആഷിഫ്, ഇതല്ലേ നമ്മൾ കണ്ട 3 ടവേഴ്സ്? ഇതാണ് നമ്മൾ കണ്ട 3. നെക്സ്റ്റ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടുള്ള ഈ 3 ടവേഴ്സ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയും, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടവേഴ്സ്. ഓക്കെ. ബാക്കി ഇത് ക്ലബ് ഹൗസ്. നമ്മൾ വന്ന് നിന്നത് ഇപ്പോൾ നേരത്തെ പോയത് ഇവിടെയാണല്ലോ. നമ്മൾ വന്ന് നിന്നത് ഏകദേശം ഈ ഒരു പോയിന്റിലാണ്. ഇതാണ് നമ്മുടെ ലോൺ പ്ലസ് ഇവന്റ് പ്ലാസ ഏരിയ വരുന്നത്. നിയർലി ഒരു 50 സെന്റോളം വരുന്നുണ്ട്. ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മളിപ്പം നിന്നിട്ട് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഫസ്റ്റത്തെ ഹാൻഡിങ് ഓവറിന്റെ ടൈമിൽ ഈ ഒരു ഏരിയയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പോഡിയത്തിന്റെ ഹാഫും ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഹാഫ് പോർഷൻ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫേസ്. ഓക്കെ. ഫസ്റ്റ് ഫേസ് തന്നെ ഈ ക്ലബ് ഹൗസും ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് മിനിയേച്ചറിലുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് പഴയ വീഡിയോന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ നോക്കിയാൽ മതി. ഇനി നമുക്ക് മോക്കപ്പ് ഫ്ലാറ്റ് കാണാം.
ഇത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഫയർ യൂണിറ്റ് ആണ് കിട്ടുന്നത്. ടോട്ടൽ ഈ ഒരു മോക്കപ്പ് 2814 സ്ക്വയർ ഫീറ്റ് സൂപ്പർ ബിൽഡ് ഏരിയ വരുന്നതാണ്. 4 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം, ഒരു എൽക്കോവ് യൂണിറ്റ്, പിന്നെ ഒരു യൂട്ടിലിറ്റി കിച്ചൺ ആൻഡ് മെയ്ഡൻ റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ഇതിന്റെ കോൺഫിഗറേഷൻസ് വരുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ലിവിംഗ് റൂമിലാണ്. ഗസ്റ്റ് ലിവിംഗ് എന്ന് പറയും. ഗസ്റ്റ് ലിവിംഗ്, ഡൈനിങ്, ഫാമിലി ലിവിംഗ്, ഓൾമോസ്റ്റ് 35 ഫീറ്റ് ലെങ്ത് ആണ് നമ്മുടെ ഗസ്റ്റ് ലിവിംഗ്, ഡൈനിങ് ആൻഡ് ഫാമിലി ലിവിംഗ് കൊടുത്തിരിക്കുന്നത്. 2 ബാൽക്കണീസ് ആണ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. അതൊന്ന് ഗസ്റ്റ് ലിവിംഗ് എന്നായിരിക്കും, ഒരെണ്ണം മാസ്റ്റർ ബെഡ്റൂം എന്നായിരിക്കും. ഇതിൽ നമുക്കൊരു ഗ്ലാസ് സെപ്പറേഷൻസ് ഉണ്ട്. ലിവിംഗും ബാൽക്കണിയും തമ്മിലൊരു ഗ്ലാസ് സെപ്പറേഷൻസ് ഉണ്ട്. സോ ഷോബയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഷോബ ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഡിസൈൻ ടു ഡെലിവറി വരെ ഷോബയുടെ വർക്കേഴ്സ് മാത്രമായിരിക്കും നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഷോബയുടെ തന്നെ ഓൺ ആണ്. ലൈക്ക് നമ്മളിത് ബാംഗ്ലൂരിൽ നിന്നാണ് മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും അസംബ്ലിംഗ് എല്ലാം വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു 20 ഇയേഴ്സ് 25 ഇയേഴ്സ് കഴിഞ്ഞാലും ഇതിന് യാതൊരുവിധ പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് ഡ്യൂറബിൾ ആയിരിക്കും. ലിവിംഗ്, ഫാമിലി ലിവിംഗ്, ആൻഡ് ദിസ് ഈസ് എ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം ഓൾമോസ്റ്റ് ഒരു 180 സ്ക്വയർ ഫീറ്റിലാണ് മാസ്റ്റർ ബെഡ്റൂം ഈ ഒരു 4 BHK ചെയ്തിട്ടുള്ളത്. വളരെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ പ്ലസ് ഒരു വാക്കിംഗ് ക്ലോസറ്റ് നമുക്ക് വരുന്നുണ്ട്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട്, പ്ലസ് നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയും നമുക്ക് ഇവിടെ ഉണ്ട്. അവിടെ കണ്ടതുപോലെ തന്നെ നമുക്ക് ഗ്ലാസ് സെപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. സൗണ്ട് പ്രൂഫ് ആണ്, ഗ്ലാസസ് ഒക്കെ സൗണ്ട് പ്രൂഫ് ആണ്. ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ നിന്നുള്ള സൗണ്ടും നമുക്ക് വേരിയസ് ഉണ്ടാകും. ആൻഡ് ഇവിടെ നമുക്ക് അത്യാവശ്യം വളരെ നല്ല രീതിയിൽ ലൈറ്റ് വെന്റിലേഷൻ ആണെങ്കിലും എയർ വെന്റിലേഷൻ ആണെങ്കിലും വളരെ നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ കംപ്ലീറ്റ് പ്ലാനിങ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലിവിംഗ് ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ലൈറ്റിംഗ് ഉണ്ടാവും. ഇതാണ് അൽക്കോവ് യൂണിറ്റ്. ഇത് നമ്മളൊരു പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണ്. നമുക്കൊന്നെങ്കിൽ നമുക്ക് ലൈബ്രറി ആക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പൂജാ റൂം ആക്കാം, എന്ത് വേണമെങ്കിലും ഒരു അയൺ ടേബിൾ വെച്ചിട്ട് അയൺ ബോക്സ് കീപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അൽക്കോവ് യൂണിറ്റ് ആണ് ഇത്. ഈ ഒരു 4.5 BHK ഏറ്റവും വലിയ യൂണിറ്റിന്റെ ഒരു ഹൈലൈറ്റ് ഫീച്ചറാണ്. ദിസ് ഈസ് അവർ കോമൺ ടോയ്ലറ്റ് പൗഡർ റൂം എന്ന് പറയും. ഗസ്റ്റ് ബെഡ്റൂമിന്റെ ഒരു ഫീച്ചർ ആയിട്ടാണ് നമ്മൾ ടോയ്ലറ്റ് സൗകര്യം കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി നമ്മൾ ലൈറ്റിനിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 7 to 10 ഫീറ്റിൽ ഗ്ലാസ് വിൻഡോ ആണ് വരുന്നത്. താഴത്തത് ഫിക്സ്ഡ് ആണ്, മുകളിലത്തെ പോർഷൻ നമുക്ക് മൂവബിൾ ആണ്. ഓക്കെ. സോ ബാൽക്കണീസ് മാത്രമല്ല പുറത്തേക്കുള്ള ആ ഒരു വ്യൂ കാര്യങ്ങൾ കിട്ടുന്നത്. ഈവൻ ബെഡ്റൂം നമ്മൾ കേർട്ടൺ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ കംപ്ലീറ്റ് വ്യൂ ആയിരിക്കും നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. 3 ബെഡ്റൂമും ഇങ്ങനെ തന്നെയാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ ബാൽക്കണീസും അവൈലബിൾ ആണ്. ഞാൻ ഈ 2 ബെഡ്റൂമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2 ബെഡ്റൂമും നമ്മൾ ഹൈലി പ്രൈവസി കീപ്പ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു എൽ ഷേപ്പ് ഫോയർ യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു കോറിഡോറിലൂടെ ഏതെങ്കിലും നമ്മളുടെ ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും പാസ് ചെയ്യുകയാണെങ്കിൽ പോലും ബെഡ്റൂം വളരെ ഹൈലി സേഫ് ആണ്. ഞാൻ കയറി വന്നാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അത് കിഡ്സ് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സെയിം ഗ്ലാസ് വിൻഡോ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ മറ്റൊരു പ്രത്യേകത, നമ്മളുടെ വാൾസ് ഒന്നും ബ്രിക്ക് അല്ല യൂസ് ചെയ്യുന്നത്. ശോഭ കംപ്ലീറ്റ്ലി മൈവാൻ ടെക്നോളജി ആണ്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ആണ്. അതുകൊണ്ട് നല്ല സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫ്യൂച്ചറിൽ ക്രാക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ശോഭ ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റിയെ കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇതും അതുപോലെ തന്നെ നമ്മളൊരു പ്രത്യേക പ്രൈവസി കീപ്പ് ചെയ്തിട്ടാണ് ഈ ബെഡ്റൂമിന്റെയും ഡിസൈൻ വന്നിരിക്കുന്നത്. ചെറിയൊരു ഫയർ യൂണിറ്റോട് കൂടിയിട്ട് പ്ലസ് ഗ്ലാസ് വിൻഡോസ് കാര്യങ്ങൾ. ആൻഡ് ടോയ്ലറ്റ് വരുന്നുണ്ടെങ്കിൽ ഓരോ ടോയ്ലറ്റിലും ഓരോ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രിന്റഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോമൺ ടോയ്ലറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ചെക്കാണ്. ആൻഡ് മാസ്റ്റർ ബെഡ്റൂമിൽ പ്ലെയിൻ ആണ്. ഇങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഡൈനിങ് ടാബിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഒരു 25 to 30 സ്ക്വയർ ഫീറ്റിന്റെ സെപ്പറേറ്റ് വാഷ് യൂണിറ്റ്, ഹാൻഡ് വാഷ് യൂണിറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇവിടുന്ന് ഡൈനിങ്ങിൽ നിന്ന് വീണ്ടും നമ്മൾ ലീഡ് ചെയ്യുന്നത് കിച്ചണിലേക്കാണ്. 130 സ്ക്വയർ ഫീറ്റ് ആണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ തന്നെ നമ്മൾ എയർ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടാനും ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടാനും ഇവിടെ നമ്മൾ ഗ്ലാസ് വിൻഡോസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞു കഴിഞ്ഞാൽ ലീഡ് ചെയ്യുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് യൂട്ടിലിറ്റി സ്പേസ്. നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഒരു സിങ്ക് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അലക്കി കഴിഞ്ഞാൽ തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ റോപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പ്ലസ് അതിന്റെ ഒരു എയർ വെന്റിലേഷൻസും സെമി ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എയർ വെന്റിലേഷൻസും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് അവിടെ ഇങ്ങോട്ട് കിട്ടും. ആൻഡ് യൂട്ടിലിറ്റിന്ന് നമ്മൾ ലീഡ് ചെയ്യുന്നത്
മെയ്ഡൻ റൂമിലേക്കാണ്. മെയ്ഡൻ റൂം ഒരു സിംഗിൾ കോട്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നുണ്ട്. ഇത് ഡ്യുവൽ എൻട്രി ആണ്. സി, നമുക്ക് സെപ്പറേറ്റ് എൻട്രി ഉണ്ട്. സോ നമുക്ക് ഈ ഒരു യൂണിറ്റിന് 2 എൻട്രി ഉണ്ട്. മേജർ എൻട്രി ഉണ്ട്, മെയ്ഡൻ എൻട്രി ഉണ്ട്. ഈ മെയ്ഡൻ എൻട്രിയിലൂടെ മെയ്ഡിന് പ്രവേശിച്ചിട്ട് ഇപ്പൊ ഈവൻ നമുക്ക് കസ്റ്റമേഴ്സ് ഇവിടെ ഇല്ലെങ്കിൽ പോലും കിച്ചൺ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹൈലി പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും മെയ്ഡൻസിന് ആക്സസ് ഉണ്ടാവില്ല. സോ അത് ഒരു ഫീച്ചർ. ഡയറക്റ്റ് ആയിട്ട് പുറത്തുനിന്ന് വരാം. അവരുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഈ പ്രിമൈസസിന്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്തിട്ട് തിരിച്ചു പോവാം. സോ ഇതാണ് ശോഭ മെട്രോപോളിസ്. ആക്ച്വലി ശോഭ മെട്രോപോളിസിൽ നമുക്ക് 3 ഫേസസ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്കിനി ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു 80ഓളം യൂണിറ്റ് ആണ് ടോട്ടലായിട്ട് നമ്മുടെ ഇൻവെന്ററിക്കകത്ത് സ്റ്റോക്ക് ഉള്ളൂ. അതിൽ തന്നെ 2 യൂണിറ്റുകളാണ് അടുത്ത വർഷത്തേക്ക് അവൈലബിലിറ്റി ഉള്ളൂ. ഒരു 3 BHKയും അതുപോലെ തന്നെ ഒരു 4 BHK ആണ് നമുക്ക് അടുത്ത വർഷത്തേക്ക് അവൈലബിലിറ്റി ഉള്ളത്. ബാക്കിയുള്ള യൂണിറ്റുകൾ കോൺസിക്യൂട്ടീവ്ലി നമുക്ക് 27ലും 28ലും ആണ് വരുന്നത്. സോ റെഡി ടു മൂവിന് അടുത്ത വർഷം റെഡി ടു മൂവിന് ആവശ്യമുള്ള കസ്റ്റമേഴ്സും നമുക്ക് കൊടുക്കാൻ യൂണിറ്റ് ഉണ്ട്. ഇനി അതല്ല, കുറച്ചും കൂടി ഒരു ടൈം എടുത്തിട്ട് വേണ്ട ആളുകൾക്കാണെങ്കിൽ 3 വർഷത്തെ സമയത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആഷിഫ് പറഞ്ഞ പോലെ അപ്പോൾ ഇത്രയും യൂണിറ്റ്സ് ആണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആഷിഫ് ഇവിടെ ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും. നമ്മൾ ആഷിഫായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യാം, ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈ.